കുറ്റവാളിയായി ജയിലിലെത്തി മാനസാന്തരം സംഭവിക്കുന്നതിന് പകരം ജയിലിലും ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന പ്രവണത ചിലയിടങ്ങളിൽ കണ്ടുവരുന്നുണ്ടെന്ന് കെ രമ MLA. ഇത് അനുവദിക്കരുതെന്നും അവർ പറഞ്ഞു. പുതുപ്പണത്ത് റൂറൽ ജില്ലാ ജയിലിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. നമ്മളെ സംബന്ധിച്ച് ജയിൽ തീർച്ചയായിട്ടും നേരത്തെ ജയിൽ സൂപ്രണ്ട് സൂചിപ്പിച്ചതുപോലെ ജയിലുകൾ ഇപ്പം റിഫർമേഷൻ സെൻ്ററുകളാണ്, തിരുത്തൽ കേന്ദ്രങ്ങളായിട്ട് ജയിലുകളെന്ന് അവരെ അത് പറയാൻ സാധിക്കും. തിരുത്തൽ കേന്ദ്രങ്ങളായിട്ട് മാറണം എന്നുള്ളതാണ് ആധുനിക കൺസെപ്റ്റ്. അങ്ങനെ തന്നെയായിരിക്കണം അതിനെ സമീപിക്കേണ്ടതും, ആ രീതിയിൽ തന്നെയാണ് നമ്മളതിനെ കാണേണ്ടതും. ഈ ജയിലുകളിലൊക്കെ എത്തപ്പെടുന്ന കുറ്റവാളികൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. സാഹചര്യങ്ങളാണ് പലപ്പോഴും പലരെയും ആ തരത്തിലുള്ള കുറ്റവാളികളാക്കി മാറ്റുന്നത്. അവരുടെ കുടുംബ പശ്ചാത്തലം, സാമൂഹ്യ പശ്ചാത്തലം, അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, ചുറ്റുപാടുകളൊക്കെ പലപ്പോഴും ഈ തരത്തിലേക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് പലരും ആ ഇതിലേക്ക് എത്തപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ചിലരൊക്കെ നിരപരാധികളായി ഇത്തരം ജയിലുകളിൽ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ചില അപാകതകളുടെയൊക്കെ ഭാഗമായിട്ട് പലപ്പോഴും അങ്ങനെ പെടുത്തപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷേ പലരും കൊടും ക്രിമിനലുകളല്ലാത്ത പലരും എത്തിപ്പെടുന്നത് ഒരുപക്ഷെ അവരുടെ ഒരു സാഹചര്യത്തിൻ്റെ ഭാഗമായിട്ട് അവർ ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയായിരിക്കും. അപ്പോൾ അങ്ങനെ ഏറ്റെടുത്ത ആളുകൾ എത്തിപ്പെടുന്ന കേന്ദ്രം എന്ന് പറയുന്നത് അവർക്ക് അത് തിരുത്തി തങ്ങൾ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കുകയും അത് തിരുത്തി ഏറ്റവും നല്ല മനുഷ്യനായി പുറത്തിറങ്ങാൻ കഴിയുന്ന ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നാണ്. ജയിൽ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ തീർച്ചയായിട്ടും ആ തരത്തിൽ തന്നെയാണ് അതിനെ കണ്ട്. അപ്പം പുറത്തിറങ്ങുന്ന ഒരു മനുഷ്യൻ ഒരു പുതിയ മനുഷ്യനാവണം. അങ്ങനെ ഒരു പുതിയ മനുഷ്യനായിട്ടായിരിക്കണം അവർ പുറത്തിറങ്ങി വരേണ്ടത് എന്നത് തന്നെയാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പം ജയിലുകൾ തീർച്ചയായിട്ടും അതിനുള്ളിൽ ആ തരത്തിലുള്ള സൗകര്യങ്ങളും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകളും എന്ന് പറഞ്ഞാൽ ആ തരത്തിലേക്കുള്ള തന്നെയായിരിക്കണം ഈ കുറ്റവാളികളെയൊക്കെ സമീപിക്കേണ്ടതും അവരോട് പെരുമാറേണ്ടതും ഒക്കെ ചെയ്യേണ്ടത്. പലപ്പോഴും ജയിലുകളിലുണ്ടാകുന്ന കൊടും കുറ്റവാളികളൊക്കെ അവിടെ നടത്തുന്ന വലിയ തോതിലുള്ള ജയിലിനകത്തെത്തിയിട്ടും പലതരം ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നത് സമീപകാലത്ത് നമുക്ക് വലിയ റിപ്പോർട്ടുകളായിട്ട് പുറത്തു വരുന്നത് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം അത്തരം കുറ്റവാളികളെ ഒരുപക്ഷെ അവരോട് എടുക്കുന്ന സമീപനം, അവരോട് സമീപിക്കാൻ പോലും ചില ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും കഴിയാത്ത സാഹചര്യങ്ങൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം അവരെ പോലും ജയിൽ ഉദ്യോഗസ്ഥന്മാരെ പോലും അടക്കി നിർത്തുകയും അടക്കി ഭരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ചിലപ്പോഴെങ്കിലും ചില ജയിലുകളിൽ കാണാനിടയുണ്ട് എന്നുള്ളതും നമുക്ക് തീർച്ചയായിട്ടും നിലവിൽ വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ജയിലിലുള്ള ആളുകൾ തീർച്ചയായിട്ടും അവരെ നമ്മൾ അങ്ങനെ തന്നെ കാണുകയും അവരെ ആ തരത്തിൽ മാറ്റിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുകയും അവിടുന്ന് തന്നെ ക്രിമിനൽ പ്രവർത്തനം നടത്താനുള്ള അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ നടത്താനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാതിരിക്കാൻ ആവശ്യമായ ജാഗ്രതയും അതിനനുസരിച്ചുള്ള ബോധപൂർവമായ ഇടപെടലും ഉദ്യോഗസ്ഥന്മാരുടെയും ഭരണാധികാരികളുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായേ തീരൂ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് അങ്ങനെയല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ചില വാർത്തകൾ, ചില സന്ദർഭങ്ങൾ അങ്ങനെ അതിന് വിപരീതമായി വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ജയിലകപ്പെട്ട ശിക്ഷ വലിയ തോതിൽ ഏറ്റവും വലിയ ശിക്ഷ ലഭിച്ച് ജയിലിൽ കഴിയുന്ന ക്രിമിനലുകൾ അവരുടെ ശിക്ഷാ കാലാവധിക്കകത്ത് അതിനകത്ത് ആ ശിക്ഷയിൽ പറഞ്ഞതിലേക്കപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഇറങ്ങി പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ അതിനിരയായ ആളുകൾ ഇവർ നടത്തിയ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായി ഇരയാക്കപ്പെട്ട ആളുകൾ വലിയ തോതിൽ നീതിക്ക് വേണ്ടിയിട്ടാണ് അത്തരം ഇരകളൊക്കെ കോടതിയെയും നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളെയൊക്കെ സമീപിക്കുന്നത്. അങ്ങനെ സമീപിച്ച് ആ നീതി കിട്ടുമ്പോൾ പക്ഷേ നീതി കിട്ടി ഒരുപക്ഷെ കുറ്റം ശിക്ഷിക്കപ്പെട്ട് ജയിലിനകത്തേക്ക് എത്തുന്ന ആളുകൾ അതല്ല മറിച്ചൊരനുഭവം ഉണ്ടാകുമ്പോൾ ഇപ്പുറത്തുണ്ടാകുന്ന ഇരകൾക്കുണ്ടാകുന്ന വേദനകളും പ്രയാസങ്ങളും ചെറുതായിരിക്കില്ല എന്നുകൂടി നാം ഓർക്കണം. കാരണം അതുകൊണ്ട് അവരെ ആ തരത്തിൽ ജയിലുകളിൽ കാണണമെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും അവരെ തിരുത്താനുള്ള ഉത്തരവാദിത്തം ഈ സമൂഹത്തിനുണ്ട്. തിരുത്താനുള്ള ഉത്തരവാദിത്തം നമ്മുടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ അതുപോലെ തന്നെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാനും കൂടി കഴിയണം. അങ്ങനെയല്ലാത്ത ഇടങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും സൗമ്യമായി ഏറ്റവും സ്നേഹത്തോടുകൂടി അത്തരം കേന്ദ്രങ്ങളെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയണം. അങ്ങനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന മനുഷ്യരെ പുതിയ മനുഷ്യരായിട്ട് കൊണ്ടുവരും. ഇനി മറ്റൊരാൾ ഇതുപോലെയുള്ള കുറ്റകൃത്യം ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കണം. അങ്ങനെയാണ് അതിനേക്കാട്ടപ്പുറത്തേക്കുള്ള സൗകര്യങ്ങൾ ഇത്തരം കേന്ദ്രങ്ങൾ. കാരണം ആ ജയിലിൽ പോകുമ്പോൾ എന്തായാലും ഒരു സ്വാഭാവിക മനുഷ്യന് പുറത്തു കിടക്കുന്ന സാഹചര്യമല്ല ജയിലിനകത്ത് നമുക്കറിയാം. ആ സാഹചര്യത്തിൽ അവർ വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മാനസാന്തരങ്ങൾ,
അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അത് തീർച്ചയായിട്ടും അവരെ തിരുത്തുന്നതിന് ഉപയോഗിക്കും. അത് കാണുന്ന മറ്റൊരാൾ നാളെ ആ കൃത്യം ചെയ്യുന്നതിന് അവരെ വിലക്കുകയും അങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്ന് അവരുടെ മനസ്സിൽ തീരുമാനിക്കുകയും ചെയ്യും. അതുകൂടിയാണ് നമ്മൾ കാണേണ്ടത്. കൃത്യങ്ങൾ ശിക്ഷിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നാളെ ഇത് ആവർത്തിക്കരുത് എന്ന സന്ദേശം കൂടി നമ്മുടെ നാടിന് കൊടുക്കുക എന്നതാണ്. അപ്പം അതിന് തന്നെ അതിന് തന്നെ ഉപകരിക്കുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ നമ്മുടെ ഇത്തരം കേന്ദ്രങ്ങളിൽ കൂടി ഉണ്ടാകണം. അതല്ലാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരുത്താനുള്ള ശ്രമം ഉണ്ടാകണം എന്നുകൂടിയാണ് എനിക്ക് ഒരുപാട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിരിക്കുന്നത് കൊണ്ടുകൂടി ഞാൻ സൂചിപ്പിച്ചതാണ്. തീർച്ചയായിട്ടും ജയിലിനകത്തുള്ള എല്ലാ മനുഷ്യരും നമ്മുടെ മനുഷ്യരാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. അവരെ ആ തരത്തിലേക്ക് തന്നെ കൈകാര്യം ചെയ്ത് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, നല്ല മനുഷ്യനാക്കി തിരിച്ചു കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കൂടി സാധിക്കട്ടെ. അതിനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഇതുപോലെയുള്ള കേന്ദ്രങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടിയാണ്. തീർച്ചയായിട്ടും ആധുനിക സൗകര്യങ്ങളോടുകൂടി ജയിൽ കെട്ടിടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു റൂമിലൊക്കെ ഞെരുങ്ങി താമസിക്കുക, അവരുടെ ഭൗതിക അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രാഥമിക കർത്തവ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള അസൗകര്യങ്ങൾ ഉണ്ടാകുന്നതൊന്നും ഈ ആധുനിക കാലത്ത് ശരിയായ രീതിയല്ല. അത് തീർച്ചയായിട്ടും അതിനനുസരിച്ച് അതൊക്കെ തിരുത്തണം, അതൊക്കെ മാറ്റം വരുത്തണം എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് പുതിയ കെട്ടിടങ്ങളും പുതിയ രീതിയിൽ തന്നെ ഉണ്ടാകുന്നത്. ആ തരത്തിൽ ഈ വടകരയിലും തീർച്ചയായിട്ടും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല ഒരു സബ് ജയിലായിട്ട് ഈ വടകരയിൽ ഉയർന്നു വരുന്ന, എനിക്ക് തോന്നുന്നു ഇതിന് ശേഷം ഇപ്പോൾ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അധികം വൈകാതെ തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ജയിൽ നിർമ്മിക്കുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളിലേക്കും എത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഒന്നാം ഘട്ടം ഏറ്റവും ഭംഗിയായി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഇതിൻ്റെ കരാറെടുത്ത കമ്പനികൾക്ക് കഴിയട്ടെ. അതിന് നമുക്ക് ഈ വടകരയിൽ വരുമ്പോൾ റവന്യൂ ടവറിൻ്റെ പ്രവൃത്തി തുടങ്ങാനിരിക്കുകയാണ്. ആ പ്രവൃത്തി തുടങ്ങുന്ന റവന്യൂ ടവർ വരുന്നത് നമ്മുടെ ജയിലിൻ്റെ തൊട്ടടുത്താണ്. അപ്പം നമുക്കൊക്കെ വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം അതിന് ഭീഷണിയായി വരുമോ, അവിടെയുള്ള അന്തേവാസികൾക്ക് വലിയ പ്രയാസമുണ്ടാകുമോ എന്നുള്ള ഇത് നമ്മളെയൊക്കെ വല്ലാതെ അലട്ടുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അത് അവിടുന്ന് എത്രയും പെട്ടെന്ന് മാറേണ്ടത് ഈ നാടിൻ്റെ കൂടി ഒരു ആവശ്യമാണ്. അതിനാവശ്യമായ രൂപത്തിലേക്ക് ഇത് എത്രയും പെട്ടെന്ന് ഇതിനെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്നുകൂടി ആഗ്രഹിക്കുന്നു. ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ സ്നേഹാഭിവാദ്യങ്ങളും അർപ്പിച്ച് അവസാനിപ്പിക്കുന്നു. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്,